രാമസിംഹൻ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? നമസ്തേ. 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 ഇതില് വിഷയത്തെ എങ്ങനെ കാണുന്നു വെച്ചാല്, ഇപ്പൊ അവിടെ കൊടുത്ത മൊഴികളൊക്കെ ജോസ് തോമസ് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഇതെങ്ങനെ പുറത്തു വന്നു? അതെങ്ങനെ ജോസ് തോമസ് അറിഞ്ഞ അവിടെ ഇത്ര ചോദ്യങ്ങൾ ചോദിച്ചു? അതെനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ്. അപ്പൊ അവിടെ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഈ സിനിമാ സംഘടനയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയിക്കാതിരിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഈ 4 കൊല്ലം ഇത് അടവെച്ച് വിരിയാൻ വെച്ചത്. അപ്പൊ ഇതില് പിന്നെ നേരത്തെ പറഞ്ഞു കേട്ടു, ഒരു തെറ്റ് 15 വർഷം കഴിഞ്ഞിട്ട് വിളിച്ച് പറയുന്നതില് അത്ഭുതം തോന്നുന്നൊക്കെ. നമുക്കറിയാലോ ഈ രാജൻ കൊലക്കേസിലൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ഏത് സമയത്ത് വേണമെങ്കിലും ഏത് കേസ് ഏറ്റെടുക്കാം. ഏത് സമയത്തും ഒരു ഇരയ്ക്ക് കാര്യങ്ങൾ കേസ്. അതെ, വർഗീസിനെ വിളിച്ചെന്ന അതേപോലെ തന്നെ രാജന്റെ കേസ് കുറെ കാലത്തിന് ശേഷമാണ് അത് പുറത്തേക്ക് വന്നത്. അതിനപ്പോ കാലം എന്നില്ല, ഇനിയും കേസെടുക്കാം, ഇനിയും ആ കേസെടുക്കാം. അപ്പം കേസിന് അങ്ങനെ ഇത്ര കാലത്തിന് ശേഷം എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കാലം മുമ്പ് എടുക്കണം എന്നുള്ള നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഒരു ചതിക്കപ്പെട്ട ഒരു സ്ത്രീ അന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് അതിന് ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് മാധ്യമങ്ങളുണ്ട്, നവമാധ്യമങ്ങളുണ്ട്, അവരുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് അങ്ങനെയല്ല. അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ആ സ്ത്രീകൾ അന്ന് ഇത് പറയാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞ ആളുകൾക്ക് പിന്നീട് സിനിമയുണ്ടായിട്ടില്ല. അവർ സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള കാര്യവും ശരിയാണ്. എന്തിനാണ് ഇത്ര ഈ പെപ്കയിലൊക്കെ എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ 14 കൊല്ലമായി എന്നെ പുറത്താക്കിയിട്ട്. എന്തിനാ പുറത്താക്കിയതെന്ന് ഈ പെപ്കയുടെ ആൾക്കാർക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചെയ്തത് തെറ്റെന്താണ്? തിലകൻ എന്നൊരു മഹാനടനെ വെച്ച് ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ്. അന്ന് മുതൽ എന്റെ അന്നം കൂടി മുട്ടിച്ചതാണ്. ഇപ്പൊ ഓരോ പ്രസംഗിക്കുന്നവരെന്ന് പറയട്ടെ, എന്ത് തെറ്റാണ് രാമസിംഹൻ ചെയ്തതെന്ന്. അപ്പൊ അതല്ല, അന്ന് ഈ വിനയന്റെ പടത്തിൽ അഭിനയിച്ചവരെ അവരൊക്കെ കഞ്ഞുകുടി മുട്ടിയിട്ടാ മരിച്ചത് പലരും. ഇതൊക്കെ അറിയാവുന്നതിന്. പിന്നെ സ്ത്രീകൾ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബംഗാളിലുള്ള പശ്ചിമ ബംഗാളിലെ ഒരു സ്ത്രീക്ക് വന്നിട്ട്, കൽക്കട്ടയിലെ സ്ത്രീ വന്നിട്ട് ഈ രഞ്ജിത്തിന് ഈ സമയത്ത് എന്തിനാണ് പ്രത്യേകിച്ച് അവര് തമ്മിൽ വൈരാഗ്യമുണ്ടോ? ഇപ്പൊ ചോദിച്ചോ? അന്ന് ഇങ്ങോട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടാ വരുത്തി, തിരിച്ച് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടാണ് വിട്ടത്. പിന്നെ ഒരു ഓഡിഷന് ഇത്രയും അറിയപ്പെടുന്ന നടിയൊക്കെ വിളിച്ച് ഓഡിഷൻ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരാണിത്? സ്പീൽബർഗ് ആണോ രഞ്ജിത്ത്? അതൊക്കെ ആ ചോദ്യത്തിൽ, കാരണം അവര് അഭിനയിക്കുന്ന സ്ത്രീയാണ്, അവരുടെ ഫുട്ടേജ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ വിളിച്ചു വരുത്തിയത്. ഇപ്പൊ സത്യം വിളിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മള് കൊഞ്ഞനം കുത്തിയിട്ടൊന്നും കാര്യമില്ല. സിനിമയില് ഇത്തരം പ്രവണതകൾ ഉണ്ട് എന്ന് നമ്മൾ 14 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. അന്ന് തെലുങ്കാന പറഞ്ഞത് മാഫിയ സംഘം എന്ന്. ഇന്ന് തെളിഞ്ഞിരിക്കുന്നു മാഫിയ സംഘം ഉണ്ടെന്ന്. ഇന്ന് ഒരു കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ മാഫിയ കമ്മിറ്റി സംഘം ഉണ്ടെന്ന്. ആ സംഘത്തിന്റെ പേര് പുറത്തു വിടാത്തത് ഇപ്പൊ ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത ആൾക്കാരുടെ പ്രശ്നമല്ല. സർക്കാർ ഈ സംഘത്തിന് എന്താ പറയുക, കൂട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇരക്കൊപ്പം ആരും ഇല്ല, വേട്ടക്കാർക്കൊപ്പമാണ് മൊത്തം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇത് ഇപ്പൊ ഭരിക്കുന്നത് വേട്ടക്കാരാണ്. നമുക്ക് പാർട്ടിയുടെ അവസ്ഥ അറിയാലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവ്രത അളക്കുന്ന അത്രയും തീവ്രത ഉണ്ടാവില്ല. ഇപ്പൊ വള തൊട്ടു, അത് കഴിഞ്ഞ് കഴുത്തേ തൊട്ടു എന്ന് പറയുമ്പോൾ തീവ്രത കുറച്ച് കുറവാണ്, കേസെടുക്കണോ എന്നുള്ള ചിന്തയായിരിക്കും മന്ത്രിക്ക് ഇന്നലെ ഉണ്ടായത്. ഇന്ന് രാജിവെച്ച് പുറത്തു. കാരണം ജനങ്ങൾ ഇന്ന് പണ്ടത്തെ അവസ്ഥയല്ല. ഇന്ന് ജനങ്ങൾ അറിയുന്നുണ്ട് മലയാള സിനിമയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം സുഖകരമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. രണ്ടുകൊണ്ട് ഇതേപോലെ ഈ കാസ്റ്റിംഗ് നടത്തിയിട്ട് ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യം എല്ലാ സിനിമക്കാർക്കും അറിയാം. ഇതൊന്നും എന്താണ് അടച്ചിട്ടാലൊന്നും അത് ആരും കണ്ടില്ല എന്ന് ധരിക്കരുത്. എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും ഇല്ലേ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ ഗുണ്ടായുസത്തിന്റെയൊക്കെ പരിണത ഫലം ഇന്നും അനുഭവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്, ഇപ്പം ഈ തിലകന്റെ ആത്മാവ് ചിരിക്കുന്നുണ്ടാവും. കാരണം അന്ന് അദ്ദേഹം വിളിച്ച അതേ വിളി ഇന്ന് പൊതുസമൂഹം മൊത്തത്തിൽ വിളിക്കുകയാണ് മലയാള സിനിമയെ. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പറഞ്ഞ സംഘടനകൾക്ക് തന്നെയാണ്. അതിനു മുന്നേ മലയാള സിനിമ ഉണ്ടായിരുന്നല്ലോ, തർക്ക പരിഹാരം ഉണ്ടായിരുന്നല്ലോ.
ഇത് ഒരു കൂട്ടം എന്താണ് ഗുണ്ടകൾ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, ഒരു കൂട്ടം ഗുണ്ടകൾക്ക് എങ്ങനെ വേണമെങ്കിലും മേഞ്ഞു നടക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുണ്ടായുസം എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്, തെളിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തല്ലാൻ വന്നിട്ടുണ്ട്, ഈ ബി ഉണ്ണികൃഷ്ണൻ തല്ലാൻ വന്നിട്ട് തന്നെ എന്റെ സിനിമാ സെറ്റിൽ വന്നിട്ട് വർക്കേഴ്സിനെ വർക്ക് ചെയ്യുന്നത് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. തെളിവ് ഞാൻ തരാം. 14 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന തെളിവ്. അല്ലാതെ പരാതി കൊടുത്തിരുന്നോ ശ്രീ രാമസിംഹൻ? അന്ന് പരാതി കൊടുത്തിരുന്നോ താങ്കൾ? പരാതി കൊടുത്തു. പരാതിക്ക് എന്നെ കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. കേൾക്കാൻ വേണ്ടി വിളിച്ചിട്ടാണ് കൊല്ലൂന്ന് പറഞ്ഞത്. പിന്നെ നമുക്കൊന്നും അന്ന് ഫൈറ്റ് ചെയ്യാനുള്ള പണമില്ല നമ്മുടെ കയ്യിൽ. വിനയന്റെ കയ്യിൽ പണം ഉണ്ടായത് കൊണ്ട് വിനയൻ അനുകൂലമായി വിധി മേടിച്ചു. അതിനേക്കാളും വലിയ തെളിവ് എന്റെ കയ്യിലുണ്ടായിരുന്നു. വിനയനെ അവര് വാക്കാല് വിലക്കിയിട്ടൊക്കെയാണ് അവസാനം തെളിയിക്കാൻ വന്നത്. എനിക്ക് അങ്ങനെയല്ല, ലെറ്റർ തന്നിരുന്നു. എന്നെ സിനിമയിൽ സഹകരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് സകല പേർക്കും ലെറ്റർ അയച്ചിരുന്നു. ബി ഉണ്ണികൃഷ്ണന്റെ സീലടക്കമുള്ള എന്റെ അടുത്തുണ്ടായ രേഖകൾ വേണം തരാം. അങ്ങനെ ചെയ്ത്. അപ്പൊ ഞാൻ മാത്രമല്ല, അന്ന് ഈ വിനയന്റെ പടത്തിൽ അഭിനയിച്ച കുറെ നടന്മാർ, ഞാൻ പേര് പറയുന്നില്ല, കുറെ നടന്മാരൊക്കെ അവസാനം കഞ്ഞുകൂടി മുട്ടിയിട്ട് മരുന്നിന് പണം ഇല്ലാതെ മരിച്ചു പോവുകയും ചെയ്തത്. ഒരു മനസാക്ഷിയും ഇല്ല. പിന്നെ ഇവര് പറയും ഇവർക്ക് സൗകര്യങ്ങളുണ്ട്. സ്റ്റാർഡമുള്ള ആർട്ടിസ്റ്റിന്, സ്റ്റാർഡമുള്ള നടന്മാർക്ക്, സ്റ്റാർഡമുള്ള നടിമാർക്ക് അവർക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട്. അവർക്ക് കാരവൻ വാനുകളുണ്ട്. ഒരു ഷോട്ട് കഴിഞ്ഞാൽ പോയി AC മറന്നു കിടന്ന് തണുപ്പിച്ചതിന് ശേഷം അടുത്ത ഷോട്ടിന് വന്നാൽ മതി. അതേപോലെ അല്ല മറ്റു സ്ത്രീകൾ, മറ്റു നടന്മാര്. അവര് വല്ല കമ്പിനും അല്ലെങ്കിൽ മരത്തിനും മാറി നിന്ന് മൂത്രമൊഴിക്കണം. എന്നിട്ട് പറയും ഞങ്ങളെല്ലാ സൗകര്യം. ഒരു സൗകര്യവും ഇല്ല. കാരണം ഇവര് ഇന്നലെ സിദ്ദീഖ് പറഞ്ഞിട്ട് ഞങ്ങളുടെ സെറ്റപ്പിലൊന്നും അങ്ങനെയില്ല. ശരിയാണ്, അവരുടെ സെറ്റപ്പ് അവർ ഈ കാരവന് പുറത്തിറങ്ങിയിട്ട് വേണ്ട സെറ്റപ്പ്. ഈ 10 വർഷം മുമ്പ് 10-20 വർഷം മുമ്പ് കാരവൻ കടന്നു വന്നുകൂടി അവർക്ക് ഈ ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് വേണ്ടുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. ഒരു സ്ത്രീ വന്ന് തന്നെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീയാണ് വെറുതെ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്നത്? അങ്ങനെ ചിന്തിക്കാൻ അത് വെറും എന്താണ് അഭിനയമാണ്, അതല്ലെങ്കിൽ താൽക്കാലിക എന്ത് ലാഭം കിട്ടും രഞ്ജിത്തിനെതിരെ ഒരു സ്ത്രീക്ക് പറഞ്ഞിട്ട്? അവർ പൊതുസമൂഹത്തിന് വീണ്ടും അപമാനിതരാവുകയാണ്. എന്നിട്ടും അവർ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നുകൊണ്ട് ഇനി ആർക്കെങ്കിലും അത്തരം അനുഭവം ഇല്ലാതിരിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്.